ഹലോ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊത്തിരി സന്തോഷമുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല പരാതിയിൽ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കോടതി. എന്തെങ്കിലും ഒരു പ്രതികരണം? എന്ത് പറയാൻ 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ എല്ലാവർക്കും നമസ്കാരം. സ്വന്തം സൗണ്ടിൽ എല്ലാവരെയും അനുകരിക്കുന്ന കലാകാരനായ നമ്മുടെ ടിനി ടോമാണ് ഇന്നത്തെ നമ്മുടെ ഹീറോ. സ്വന്തം സൗണ്ടിൽ മറ്റുള്ളവരെ അനുകരിക്കുക, അതിലൂടെ മറ്റുള്ളവരെ ചിരിപ്പിക്കുക, ചിന്തിപ്പിക്കുക, ഇതൊക്കെ ചെറിയൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അത്രയ്ക്ക് കഴിവുള്ള, എന്നാൽ ഇതുവരെ അവാർഡൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് താൽക്കാലികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്രയും കഴിവുണ്ടായിരുന്നിട്ടും അസൂയ കൊണ്ട് നമ്മുടെ ടിനിയേട്ടന് ഇതുവരെ ഒരു അവാർഡ് പോലും ആരും കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് അനുഗ്രഹീത കലാകാരനാണ്. പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പേരെടുത്ത് പറയാനായിട്ട് ഒരുപാട് സിനിമകളൊന്നും ഇല്ലാത്തതിൻ്റെ റീസൺ, ഇത്രയും കഴിവുണ്ടായിരുന്നിട്ടും ഇനി സിനിമയിൽ കയറ്റി ഒരുപാട് റോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂക്കെ മോഹൻലാലിനെ വരെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് ചിലപ്പോൾ മെഗാസ്റ്റാറും ജനപ്രിയ നടനും ഒക്കെ ആയി മാറിയാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ റോള് പോലും കൊടുക്കാതെ ടിനിയേട്ടനെ ഒന്ന് ചവിട്ടി നിർത്തിച്ചത്. അത്രയും കലയുണ്ട്, അനുഗ്രഹീത കലാകാരനാണ്. ഓക്കെ, അങ്ങനെ അത്രയും കലയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് വലിയൊരു നിലയിൽ എത്തിപ്പെട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു അവാർഡ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചോദ്യചിഹ്നമാണ്. പക്ഷേ ദർ ഈസ് എ പോയിന്റ്. ആൾക്ക് BMW എടുക്കാനും ഇപ്പം പിന്നെ 5 ലിറ്റർ പോലും സ്റ്റാർട്ടിങ്ങിൽ വേണമെന്നുള്ള വണ്ടികളൊക്കെ എടുത്ത് ഇത്ര ലാവിഷായിട്ട് പെട്രോൾ അടിച്ച് നടക്കാൻ കാശ് എവിടെ നിന്നുള്ള ചോദ്യം ഇങ്ങനെ നിൽക്കുക. ഇവിടെ നിന്നായിരിക്കും ഇത്രയും കാശ്, ഇത്രയും വലിയ വണ്ടി എടുക്കാനും നമ്മുടെ ബത്താശയൊക്കെ എടുത്ത് തിടക്കിയിടും. ഇത്ര കാശ് എവിടെന്ന ഇതാണ് ചോദ്യം. അപ്പോൾ ബഹുമാനപ്പെട്ട ജനങ്ങളെ, വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് ഏതറ്റം വരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ അവൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ടിനി ടോം അടക്കമുള്ള, മതത്തിന്റെ പേര് പറഞ്ഞ് ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച ടിനി ടോം അടക്കമുള്ള വേറെ ലക്ഷ്മിപ്രിയ പോലുള്ള പ്രമുഖ നടിമാരടക്കമുള്ളവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന അൻസിബയാണ് നമ്മുടെ സിംഗപ്പൺ എന്ന് തന്നെ പറയേണ്ടി വരും. അൻസിബയെ ചെളിവാരി തേക്കാനും ചെളിവാരി അടിക്കാനും പല രീതിയിലും പലരും പല ഷേപ്പിൽ പല ഗുണ്ടുകൾ അയക്കുന്നു എന്നതാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അടിച്ചു കളയാനും നമ്മളെ വാ പൊട്ടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും നല്ല വെട്ടിപ്പായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലൊന്നും പിടികൊടുക്കാതെ ഇങ്ങനെ തെന്നി നിൽക്കുന്നതാണ് നമ്മുടെ ഹീറോയിസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടിനി ടോമിന് എതിരെ ഒരു ആൾ അങ്ങ് പുറത്തിരുന്നു കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അയാൾ നാട്ടിലേക്ക് വരികയാണ് റീസെൻ്റ്ലി ആയിട്ട്. കേസൊക്കെ കൊടുത്തിട്ട്, ടിനി ടോമിനെതിരെ കേസൊക്കെ കൊടുത്തിട്ട് അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ടിനി ടോം വീണ്ടും വെള്ളം കുടിക്കും. പരാതിയിന്മേൽ പരാതികളാൽ ടിനി ടോം വെള്ളം കുടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. യൂസഫ് ആയിക്കോട്ടെ ചാനലിലാണ് വന്നിട്ടുള്ള, കേട്ടു നോക്കാം. ഹലോ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊത്തിരി സന്തോഷമുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു ശുഭവാർത്ത കേട്ടു. എന്തായാലും എല്ലാവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയിലൊരു വിശ്വാസം വന്നു. ഇന്ന് ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ പെൺകുട്ടി ഒറ്റയ്ക്ക് പോരാടി ഒരു വിജയത്തിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻസിബ എന്താ പറയുക, ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു പൊതുജനം എന്നുള്ള നിലയിൽ കൺഗ്രാജുലേഷൻ, ഓൾ ദ വെരി ബെസ്റ്റ്, കീപ് ഗോയിങ്, കീപ് മൂവിങ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. എത്ര സമ്മർദ്ദങ്ങളുണ്ടായാലും വധഭീഷണി തന്നെ ഉണ്ടായാലും വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കും തനിക്കും ഒന്നും, നമ്മളെപ്പോലുള്ളവർക്കൊന്നും കൂലിക്ക് എടുത്ത് ശീലമില്ല. ആരെയും കൂലിക്ക് എടുത്ത് ശീലമില്ല, ശരിയല്ലേ? കാരണം നമ്മൾ തന്നെയാണ് ഇറങ്ങുകയാണ്, നമ്മൾ വഴിക്കങ്ങോട്ട് ഇറങ്ങുകയാണ്, നമ്മുടെ വഴിക്കങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കൂലിക്ക് എടുത്തൊന്നും ശീലമില്ല. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ബോധ്യമായിട്ടുണ്ട്. നിൻ്റെ അമ്മ കല്ലെടുത്തെറിഞ്ഞിരുന്നെങ്കിലേ
നിന്നെ കാണിച്ചു തരാം ഞാൻ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. നീ പണ്ട് നിൻ്റെ പേരിൽ ഇഷ്ടം പോലെ കേസുണ്ട്. നീ പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ പിള്ളേർ കോമ്പസ് കൊണ്ട് വരച്ചു എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരൊക്കെ എൻ്റെ വീട്ടിലാണ് വന്നത്. ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും. ഈ പിള്ളേരൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ വരാനായിട്ട് ചേട്ടൻ ആരാ? വേളാങ്കണ്ണി മാതാവാ? അല്ലെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട? ഈ പിള്ളേരൊക്കെ 2006 സംഭവിച്ചൊരു കാര്യം ഇപ്പം ചേട്ടൻ കുത്തിപ്പൊക്കേണ്ട കാര്യം എന്തായിരുന്നു? അല്ല, ഇപ്പം ചേട്ടൻ പറയേണ്ട ചേതോവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടോ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അഴകിയ രാവണിൽ ഇവിടെ 100 രൂപ കൊടുക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് മേടിക്കാനാണ് വന്നത്. എല്ലാ ദിവസവും കൊടുക്കണ്ടോ 100 രൂപ? അതോ ഇന്ന് മാത്രമേ ഉള്ളൂ? അല്ല, എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞുതരാം, വീട്ടിൽ കൊടുത്താൽ ഇതുള്ള രീതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൃപാസന മാതാവിൽ ഉടമ്പടി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. മാതാവിനായാലും പിതാവിനായാലും ന്യായം ആരുടെ ഭാഗത്താണോ അവർ എന്താ പറയുക നമ്മളെ അനുഗ്രഹിക്കും. ന്യായത്തിൻ്റെ ഭാഗത്ത്, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ മാത്രം. ഓക്കെ. പിന്നെ ചേട്ടാ, ഈ കുറച്ച് ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുന്നേ എൻ്റെ വീഡിയോ വൈറലായി എന്നും പറഞ്ഞ് ചേട്ടൻ ഈ ആലുവ സ്റ്റേഷനിൽ വീണ്ടും കൊണ്ടുപോയി വാട്സാപ്പിൽ പരാതി അയച്ചു കൊടുത്തു. വാട്സാപ്പിൽ. അതിന് മുന്നേയും ചേട്ടൻ്റെ മോനെ അമൃതം പൊടിക്ക് എന്നാണ്ട് പിടിച്ചു എന്ന് ഇങ്ങനെ കേട്ടു. അമൃതം പൊടി കയ്യിൽ വെച്ചേനോ, അമൃതം പൊടിയോ പാലും വെള്ളമോ എന്നിട്ടാണ് പട്ടി ബിസ്ക്കറ്റോ ഏതാണ്ട് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഹിൽ പാലസ് പോലീസ് പിടിച്ചു. എനിക്കറിയില്ല കേട്ടോ, ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. ഈ മറ്റേ എന്താ പറയുക, പഞ്ചാബോ ടി ഡിയോ ബ്രൗൺ ഷുഗറോ നമുക്ക് അറിയാനും പാടില്ല ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ഏതാണ്ട് ഈ അർഗ പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളൊന്നും യൂസ് ചെയ്യാറില്ല. ചേട്ടൻ്റെ മോൻ പറഞ്ഞ പോലെ ഞാൻ പ്രോട്ടീൻ പൗഡർ തന്നെയാണ് കഴിക്കണം. അത് ഇപ്പോഴും രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് ഇനി 10 മുട്ട കഴിക്കണം. അപ്പോൾ അത് എൻ്റെ സംസ്കാരമാണ്. ചേട്ടൻ്റെ മോൻ അമൃതം പൊടി അത് ചേട്ടൻ്റെ മോൻ്റെ സംസ്കാരമായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെ വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ മതി. എന്തായാലും ചേട്ടാ, എനിക്ക് സേഫർ സൈഡായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റായിട്ടൊരു പരാതി ഓൺലൈൻ വഴി, ചേട്ടൻ പോലെ വാട്സപ്പിലൊന്നും അല്ല കേട്ടോ, ഞാൻ അത്ര ചീപ്പല്ല. കാരണം ഞാനല്ല ശമ്പളം കൊടുക്കുന്നത്, ഗവൺമെൻറ്റിന് ഞാനല്ല ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ത്രൂ പ്രോപ്പർ ചാനൽ ഞാൻ മെയിൽ വഴി ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ അയച്ചിട്ടുണ്ട്. ദെൻ അപ്പോൾ അതിൻ്റേതായ അക്നോളജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അറിയില്ല, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ, ആ കുട്ടി എത്ര നാളെ ഓടി നടന്നിട്ടാണ് ഇപ്പോൾ ഇന്നൊരു ഇതായത്. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടി വന്നാൽ നമുക്ക് കോടതിയെ തന്നെ, ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ സമീപിച്ചാലേ പറ്റുള്ളൂ. കാരണം ചേട്ടൻ്റെ മോൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന വീഡിയോ ഞാൻ അയച്ചു കൊടുത്തത്, ആ തെളിവ് എൻ്റെ കയ്യിലുണ്ടേ. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെ കഞ്ചാവെന്ന് യൂസ് ചെയ്തെന്നും പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കാൻ നോക്കി അല്ലേ. ആ പെങ്കൊച്ച് പല പോലീസ് സ്റ്റേഷനിൽ ഓടി നടന്നപ്പോൾ എന്താ പറയുക, കഴമ്പില്ലാന്ന്. ഇനി എന്താ വെട്ടിക്കൊല്ലണോ? ആ പെങ്കൊച്ചിനെ നിങ്ങൾ വെട്ടിക്കൊന്നാലേ നിങ്ങൾ കേസെടുക്കുകയുള്ളൂ. എനിക്കറിയില്ല ഈ ചേട്ടൻ എങ്ങനെയാണ് ചേട്ടൻ ഇത്രയും ഇൻഫ്ലുവൻസ് കിട്ടിയത് ഈ പോലീസ് സ്റ്റേഷനിൽ? അതിനും വേണ്ടും പടത്തിലൊന്നും ചേട്ടൻ അഭിനയിച്ചിട്ടില്ലല്ലോ, ഒരു അവാർഡ് പോലും ചേട്ടന് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ആരുടെയൊക്കെ സൗണ്ട് എടുത്താലും ചേട്ടൻ്റെ സൗണ്ട് തന്നെയാണ്. ആരെയൊക്കെ കോക്കറി കാണിച്ചാലും അത് ചേട്ടൻ്റെ കോക്കറി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്കും കൂടി ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു എന്താ പറയുക, ഹലീലിയോ ഹബീബിയോ എന്നിട്ടൊക്കെ പറയില്ലേ സിനിമയിൽ, അതേപോലെ ചേട്ടൻ എങ്ങനെയാണ് അതൊന്നും നമുക്ക് കൂടി ഒന്ന് പറഞ്ഞാൽ. അതിൽ ഈ അമ്മയുടെ കണക്കിൽ നിന്ന് ഇവർക്കും കൊടുക്കണുണ്ടോ കുറേശ്ശൊക്കെ ആയിട്ട്? ഇപ്പോൾ കണക്ക് പുറത്തു വിട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ചേട്ടാ, ഈ പടമൊന്നുമില്ല, റിയാലിറ്റി ഷോസിൽ നിന്ന് ഇത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിലൊക്കെ പെട്രോൾ അടിക്കാൻ അപ്പോൾ ഇങ്ങനെ തന്നെയാണല്ലേ കാര്യങ്ങൾ. അല്ലാണ്ട് മൂത്രം ഒഴിച്ചാൽ മസ്താങ് ഓടോ? 5 ലിറ്റർ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് 5 ലിറ്റർ പെട്രോൾ വേണം ഇത് സ്റ്റാർട്ടാക്കണമെങ്കിൽ എന്ന്. അപ്പോൾ 5 ലിറ്റർ മൂത്രമൊന്നും എന്നെക്കൊണ്ട് ഒഴിക്കാൻ പറ്റില്ല ചേട്ടാ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2-3 ലിറ്റർ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ കഷ്ടം, അയ്യോ പാവം. പിന്നെ ചേട്ടാ, ഈ എന്താ പറയുക, അപ്പോൾ എന്തായാലും ചേട്ടനപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാളായിരുന്നല്ലേ. പിന്നെ ഈ കഴിഞ്ഞ 20-ാം തീയതി പെരിയാർ ഹെർമിറ്റേജിൽ സർവേ നടത്താനായിട്ട് കുറച്ച് ടീമുകൾ വന്നു. ഈ കയ്യേറിയ സ്ഥലം എന്തൊക്കെയാണെന്ന് അളക്കാനും ഇതിനൊക്കെ ആയിട്ട് കുറച്ച് ടീമുകൾ, 2 ഉദ്യോഗസ്ഥന്മാർ വന്നു എന്നോ ചേട്ടൻ അവരെ വിളിച്ചിട്ട് അത് തടഞ്ഞു വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞാണ്, കോമ്പൗണ്ടിന് പുറത്തുനിന്ന് അറിഞ്ഞാണ്. കാരണം കോമ്പൗണ്ടിലുള്ള ഒരു ചേട്ടൻ്റെ സ്തുതിപാടി നടക്കുകയല്ലേ. കാരണം ചേട്ടൻ വന്ന് കയറിയതിന് ശേഷം കോമ്പൗണ്ടിലുള്ള സകല ജമ്മാനും ചരിപ്പുത്തികളും ചില വിഭാഗക്കാർ സെലിബ്രിറ്റീസാണ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോട്ടെ, കാരണം ഇനിയിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ചേട്ടൻ ഇത്രയും ഇൻഫ്ലുവൻസ് എന്താണ് പോലീസ് സ്റ്റേഷനിൽ ചേട്ടൻ്റെ ചെലുത്താൻ ഇങ്ങനെ, എന്താണ് ചേട്ടൻ്റെ പവർ, എന്താണ് നമുക്കൂടി ഒന്ന് പറഞ്ഞതാ. കാരണം 2 വട്ടം എൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചു. ഒരു വട്ടം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, 4 മണിക്കുള്ളിൽ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ
മോനെ അമൃതം പൊടി കയ്യിൽ വെച്ച് പിടിച്ചില്ലേ, അന്നേരമാണ്. അത് ഏത് മാസമാണ്, ഫെബ്രോ മാർച്ചോ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. പ്രൂഫൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വോയിസൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ എതിരെ വേറെ കുറേ തെളിവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മോൻ അമൃതം പൊടി എവിടെ നിന്നാണ് വാങ്ങണ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതപ്പോൾ ഇനി പെട്ടവർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ചേട്ടനറിയാമല്ലോ മോനെ എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ തന്നെ. അപ്പോൾ ചേട്ടൻ ഈ എല്ലാ സ്റ്റേഷനിലും ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ കൊടുത്തു വയ്ക്കുമോ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എൻ്റെ പൊന്നളിയാ, എന്താണ് ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ? ഭയങ്കര കഷ്ടമാണ്. ചേട്ടൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്കാണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ചേട്ടൻ വീണ്ടും കാശ് കൊടുത്ത് മുതിരപ്പാടം കേസുകൾ പറയണ്ട, വേണ്ട, ഡോണ്ടു ഒക്കെ അതിലോട്ടൊന്നും ഞാൻ പോണില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ ലോക തോൽവിയായി പോകും. മുതിരപ്പാടത്ത് ചേട്ടൻ പണ്ട് താമസിച്ചിരുന്നില്ലേ അവിടെ? അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മൾ അതിനെപ്പറ്റി പറയല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പുറത്ത് വിട്ടാണ്ടല്ലോ ചേട്ടാ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, പടമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്നുള്ളത് എക്സിക്യൂട്ടീവിൽ കയറിയിട്ട് നല്ല ബേഷാതെ ഇതിങ്ങനെയാണല്ലോ, അല്ലേ പുട്ടടിക്കാലാ ബേഷ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി എൻ്റെ ഭാഗത്തുനിന്നൊരു വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ആ കുട്ടിക്ക് നീതി കിട്ടാനുള്ളത് കിട്ടി. ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം കുറേ ഭയങ്കര എക്സ്ട്രീമായിരുന്നു, ഭയങ്കര വൾഗറായിരുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്കുള്ള നടക്കട്ടെ. ഇനി ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ ആ കുട്ടിക്ക് ഇനി ഫേർദർ നീതി നടപ്പാക്കണോ വേണ്ടതെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തന്നെയാണ് എല്ലാവരെയും എലക്ട് ചെയ്തും എല്ലാം ഇതാക്കിയിട്ടും അറിയാതിരിക്കാം. ബന്ധപ്പെട്ടവർ ആഭ്യന്തരമന്ത്രി അടക്കം ആ കുട്ടി രമേശ് ചെന്നിത്തല സാറിൻ്റെ അടുത്തൊക്കെ കുട്ടി പോയി, എൻ്റെ ഒരു റിസൾട്ടാണ് ഈ കിട്ടിയത്, അപ്പോൾ ഡയറക്റ്റ് പോകണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിനും പൊതുജനം എന്ന് പറയുന്ന വിഭാഗം ഡയറക്റ്റ് മന്ത്രിമാരെ പോയി കാണേണ്ട ഗതികേട് വന്നേക്കാണ്. പോലീസിലിരിക്കുന്ന എംഎംമാരെ ഈ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് മറ്റേ കാശിൻ്റെ ഹുങ്ങിൻ്റെ പുറത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഈ മറ്റേ 65 ലക്ഷത്തിൻ്റെയും പിന്നെ അദാനി ഗ്രൂപ്പിൻ്റെ 15 കോടിയുടെയൊക്കെ എനിക്കറിയില്ല കേട്ടോ, കിട്ടുന്നുണ്ടാവുമായിരിക്കാം, ഐ ഡോണ്ട് നോ. എന്തായാലും ഇനിയിപ്പോൾ നാളെ എനിക്കെതിരെ കേസ് വരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും ഞാനവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ കേട്ടോ, നന്ദി. ഓക്കെ, ടിനി ടോമിനൊക്കെ നമ്മളെന്തോ സ്വന്തമായിട്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെയുള്ള വിചാരമൊക്കെ ഉണ്ട്. വലിയ കലാകാരനാണ്. ആൾക്കാർ കളിയാക്കി കഴിഞ്ഞാൽ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തവനാണ്. കാരണം പേഴ്സണലി അവരെ പോയി വിളിക്കുക, ഒരു മാറ്റം കുറച്ച് വർത്താനം പറയുക, ഇതൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പോസ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ടിനിയേട്ടനെ പോലുള്ള പ്രമുഖ കലാകാരന്മാർ നല്ലപോലെ വെള്ളം കുടിക്കാനുള്ള ചാൻസ് കൂടുതലായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ മീഡിയയുടെ മുന്നിൽ നിന്ന് ബൈറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ചങ്കുറപ്പൊന്നുമില്ല. ആദ്യമൊക്കെ നല്ലപോലെ വിളമ്പുമായിരുന്നു. ആദ്യമൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അല്ലേ എന്നെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഞാൻ ഒരു മെഗാസ്റ്റാർ അല്ലേ, എന്നെ മിക്കവാറും ജനങ്ങളെ സപ്പോർട്ട് ചെയ്യും, മമ്മൂട്ടിയുടെ ഡ്യൂപ്പൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുള്ളല്ലേ പട്ടണത്തിൽ ഭൂതത്തിൽ, അതുകൊണ്ട് എന്നെ എന്തായാലും ജനങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങ് വിചാരിച്ചുകൊണ്ട് സ്വയമേ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആൾക്ക് ഒരു വിചാരമുണ്ട്, എന്തോ വലിയ കൊമ്പത്താണ് ഇരിക്കുന്നതാണ്. പിന്നെ കുറേ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു പിടിപാടും ഹോൾഡും എങ്ങനെ വന്നു എന്നുള്ളതും ചോദ്യമാണ്. വലിയ മെഗാസ്റ്റാർ ഒന്നുമില്ല. ഇപ്പം മമ്മൂട്ടിക്കാണ് ഈ ഒരു ഹോൾഡ് ഉള്ളതെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ലാലേട്ടനാണ് ഈ ഹോൾഡ് ഉള്ളതെങ്കിൽ ഓക്കെ. അതിന് മാത്രം ഈ പോലീസ് സ്റ്റേഷനിൽ ഹോൾഡ് വരാൻ മാത്രം ടിനി ടോം ആരാ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി അവിടെ ബാക്കിയാവുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിലൊക്കെ അത്യാവശ്യം ഹോൾഡ് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ റൂട്ട്, ഇനി ഏത് വഴിയാണ് ഈ ഒരു കുത്തിക്കറങ്ങൽ വരുന്നത് എന്നൊക്കെ ഉള്ളത് ചോദ്യം തന്നെയാണ്. അതൊരു ചോദ്യമായി തന്നെയാണ് അവശേഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടിനിയേട്ടൻ എതിരെ നമ്മുടെ പുതിയ ഏട്ടായി അങ്ങ് UK എന്ന് പറഞ്ഞു വരെയാണ്. അതാണ് വേറൊരു സത്യം. നാട്ടിലോട്ട് വരെയാണ്. നാട്ടിലോട്ട് വന്നിട്ട് ബാക്കി പരാതികളും കാര്യങ്ങളുമായിട്ടൊക്കെ ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ പരിപാടികളും ചെയ്യുന്നുണ്ട്. എന്തായാലും ടിനിയേട്ടന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇനി മീഡിയ ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് ടിനിയേട്ടൻ കിടന്ന് ഉരുളുന്നതൊക്കെ കാണാം. സാധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മമ്മൂക്ക എന്ന് കിടന്ന് വിളിക്കും. മമ്മൂക്കയെ പിടിച്ചാൻ്റെ ഇടയിൽ അങ്ങോട്ടിട്ട് ഏത് മമ്മൂക്കയുടെ ആളാണ്, മമ്മൂക്കയുടെ മറ്റേ ഞാൻ ബിലാലിൻ്റെ ആളാണ്, ഗുലാൻ്റെ ആളാണ്, അതുപോലെ ഗുലാൻ്റെ പെണ്ണ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയെ പിടിച്ച് അങ്ങോട്ടിട്ട് ഞാൻ മമ്മൂക്ക മുസ്ലിം അല്ലേ, അങ്ങനത്തെ ആ ഒരു സെറ്റപ്പ് സാധനമൊക്കെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കിടന്ന് ഉരുളുക, ഇപ്പം കിടന്ന് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ആകെ പെട്ട് നിൽക്കുക. നാട്ടുകാർ മൊത്തം അറിഞ്ഞ് നാറെ നത്തം കൊട്ടിരിക്കുകയാണ്. കാണാം ആ ഇപ്പോഴത്തെ ഒരു വെപ്രാളം കാണാം. പരാതിയിൽ കേസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കോടതി. എന്തെങ്കിലും ഒരു പ്രതികരണം? എന്ത് പറഞ്ഞു? കേസ് എടുക്കാൻ പറഞ്ഞു.
അൻസിബയുടെ പരാതിയിൽ പോലീസിന് കേസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കോടതി. എന്തെങ്കിലും ഒരു പ്രതികരണം? എന്തെങ്കിലും ഒരു പ്രതികരണം ഇല്ല. എനിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രതികരിക്കാറില്ല. അങ്ങനെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഞാൻ പ്രതികരിക്കാറില്ല. അല്ല ഇങ്ങനെ നല്ലായിരുന്നല്ലോ മീഡിയക്കാർ വന്നു കഴിഞ്ഞാൽ നിന്ന് വാ ചേച്ചി വാ വാ ചേച്ചി വാ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വാ എല്ലാവരും പിടിച്ച് നിർത്തിയിട്ട് ഭയങ്കര വായ്ത്താളമായിരുന്നു. ഇപ്പം എന്താണ് അണ്ണാക്കി പിരിവെട്ടിയ അണ്ണാ വാ ഉറക്കണില്ല. അയ്യോ എനിക്കൊന്നും പറയാനില്ല. ഞാനിവിടെ ഒന്നുമില്ല. ഞാൻ വേറെ ഇവിടെ വെളുത്ത് തൊടുത്ത് കറുത്ത് പച്ചയായിട്ടിരിക്കുന്നു ഹൽക്കാടെ ആ സെറ്റപ്പിൽ. അതൊക്കെയാണ് ഇപ്പം അണ്ണൻ്റെ വെപ്രാളം. അണ്ണൻ തീർന്നു. അണ്ണാ പിടിപാടും കാര്യമൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജനങ്ങൾ ഇട തിരിഞ്ഞു കഴിഞ്ഞാൽ അണ്ണനായാലും മൂഞ്ചി ആരായാലും മൂഞ്ചി. ഓക്കെ, ഇവിടെ സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം ജനങ്ങൾ നിൽപ്പുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ട് അൻസിബയെ പോലുള്ള ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ അൻസിബ. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന ഹാഷ്ടാഗ് ആദ്യമായി ക്രിയേറ്റ് ചെയ്യിപ്പിച്ചത് ഞാനാണ്. ആ ഹാഷ്ടാഗ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചതിൻ്റെ ചൊരുക്ക് ലക്ഷ്മിപ്രിയക്ക് നല്ലോണമുണ്ട്. ആ ഒരു ചൊരുക്കാണ് ഒരിക്കൽ മീഡിയക്ക് ബൈറ്റെടുത്തു ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊക്കെ. ആണ്. കാരണം ആ പെൺകുട്ടിയെ നിങ്ങളെല്ലാവരും പലരും ലക്ഷ്മിപ്രിയ ആയാലും ഈ പറയുന്ന ടിനി ടോം ആയാലും വർഗീയത പറഞ്ഞു, മതത്തിൻ്റെ പേരിൽ അവളെ പുച്ഛിച്ചു. അതിന് പുറമെ അപരാധ കഥകൾ പറഞ്ഞുണ്ടാക്കി. അവൾക്ക് കള്ളു ഒഴിച്ചു കൊടുത്ത ഞാനാണ് സ്വന്തമായിട്ട് ലക്ഷ്മിപ്രിയ. അഭിമാന പുരസ്കാരം. അടുത്ത് അവളെ റൂമിൽ ഞാൻ മറ്റവനെ കണ്ട്. ഇങ്ങനത്തെയൊക്കെ രീതിയിൽ ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അവളുടെ കരിയർ അവളുടെ ജീവിതം എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അതിൻ്റെയൊക്കെ പീക്ക് ലെവലിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയ ആയാലും ശരി, ടിനി ടോം ആയാലും ശരി. ഇനി വേറെ കുറച്ചൊക്കെ ഉണ്ട്. എല്ലാം ഇനിയിപ്പോൾ പുറത്ത് വരും. അദാനിയുടെ 15 ലക്ഷം അല്ലേ, 15 കോടിയുടെ. ഓക്കെ, ഇപ്പോൾ കുറേ കഥകളൊക്കെ പുറത്ത് വരാനുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പെട്രോൾ അടിച്ച് സിനിമ പോലും ഇല്ലാത്ത ടീംസൊക്കെ ഇത്ര ലാവിഷായിട്ട് ജീവിക്കുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഒരു ED റൈഡ് ആകാം അല്ലേ? എത്രയും പെട്ടെന്ന് ഒരു ED റൈഡ് വരുന്നത് നന്നായിരിക്കും. ഇനി ന്യൂസ് ക്ലിപ്പ് ഒന്ന് കൊടുക്കുക, കുറച്ച് അപ്ഡേഷൻസ്. വാർത്തകൾ പരിശോധിക്കാൻ വിശദമായി. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കണമെന്ന കോടതി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. കടവന്ത്ര പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കേസിൽ പോലീസ് രാഷ്ട്രീയം കാണിക്കുന്നുവെന്ന് അൻസിബയുടെ അഭിഭാഷകൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പോലീസ് സത്യത്തിൽ 3 കേസാണ് ഇപ്പൊ നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഈ 3 കേസിലും പോലീസ് മറ്റെന്തോ രാഷ്ട്രീയം കാണിക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോ കോടതി പറഞ്ഞിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ പോലീസ് മേധാവിയും അതേമാതിരി കടവന്ത്ര SHOയും അവർ സ്വയം തീരുമാനിക്കണം അവരാ സീറ്റിലിരിക്കാൻ യോഗ്യരാണോ അല്ലയോ എന്നുള്ളത്. കാരണം നിരവധി തവണ നമ്മൾ പരാതി കൊടുത്തു, അവിടെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവരൊന്നും അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഈ പരാതിക്കാരനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് കഴമ്പില്ല എന്നൊക്കെ പറയുന്നത്. പല രീതിയിലുള്ള തെളിവുകളും കൊടുത്തിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത്. വെറുതെ പരാതി കൊടുക്കില്ലല്ലോ, കോടതി വെറുതെ ഒരു ഉത്തരവിടില്ല. പല രീതിയിലും തെളിവുകൾ കൊടുത്തിട്ടാണ് നമ്മൾ പരാതി ഈ പറയുന്ന SHOയ്ക്ക് ആണെങ്കിലും ഈവൻ ചീഫ് മിനിസ്റ്റർക്കാണെങ്കിലും പരാതി കൊടുത്തു. ഇതിലൊന്നും അവർ അർഹിക്കുന്ന ഒരു മാന്യതയും ആ പരാതിക്കാരിക്ക് കൊടുത്തിട്ടില്ല. ഒരു ഇത്രയും മീഡിയ പബ്ലിസിറ്റി കിട്ടിയിട്ട് അല്ലെങ്കിൽ മീഡിയയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കേസിൽ ഈ നിലയ്ക്കാണ് പോലീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പരാതിക്കാരിക്ക് എന്ത് നീതിയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഉള്ള കാര്യമാണ് ആ വക്കീല് പറഞ്ഞത്, കറക്റ്റ് കാര്യമാണ്. അതായത് അൻസിബ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടും കേസ് എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും പബ്ലിസിറ്റി ഉള്ള ഈ ഒരു പെണ്ണ് ഇങ്ങനെ പോയിട്ട് കേസ് എടുക്കുന്നില്ല, അതിന് മുന്നോട്ടൊന്നും നീങ്ങുന്നില്ല, ഇത് കേസെടുക്കാനുള്ള വകുപ്പില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്തുലിയാണെന്ന് പറഞ്ഞ് ഒഴിച്ചു വിടുമ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഒരു സാധാരണക്കാരിയായ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയോ ഒരു ഗത്യന്തരവും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊമ്പത്തുള്ളവന് എന്തെങ്കിലും ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഒരു പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഈ പോലീസുകാർ കൺസിഡർ ചെയ്യും? ഓക്കെ, എത്രത്തോളം അവർ നോക്കും? എങ്ങനെ അവർ ആ കേസ് എടുക്കും? തെളിവ് സഹിതം കിട്ടിയാൽ പോലും കേസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നീതി വ്യവസ്ഥ അതുപോലെ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കേസെടുക്കാനും അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. നല്ല കാര്യം, വളരെ നല്ല തീരുമാനം കോടതിയുടെ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അതാണ് ചിന്തിച്ചത്. ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ഇതേ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു കൊമ്പത്തുള്ളവനെതിരെ ഒരു കേസും പരാതിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ കേസെടുക്കും? ഓക്കെ, വളരെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ പോലീസുകാർ കുറച്ചുകൂടിയൊക്കെ നട്ടലിന് ഉറപ്പ് കാണിക്കുക, അല്ലെങ്കിൽ വലിയവന്മാരെ മൂടും താങ്ങി നടക്കുന്ന ആ പരിപാടി കാണിക്കാതിരിക്കുക. ജെന്യുവനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കേസെടുക്കുക. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ മൂഡ് നോക്കിയിട്ട് എണ്ണ പുരട്ടാൻ നിൽക്കരുത്. ഓക്കെ, എനിക്കത് പ്രത്യേകം പോലീസുകാരുടെ എനിക്ക് പറയാനുണ്ട്. അത് മോശമാണ്. നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിക്കാണെങ്കിൽ അവസ്ഥ ഉണ്ടായെങ്കിൽ നിങ്ങൾ പ്രതികരിക്കും. ഇപ്പം അവിടെ ഇരിക്കുന്ന SHO ആയാലും ആരായാലും നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിക്ക് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായി, ഇതേപോലത്തെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും?
അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇപ്പം കാശ് വാങ്ങി ചിലപ്പോൾ പണിയെടുത്തേക്കാം. കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ജെന്യൂൻ കേസിന് വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും, അല്ലാണ്ട് മറ്റേ തന്തയിലായ്മ കാണിക്കുന്നവന്മാരെ പൂശാൻ വേണ്ടിയിട്ട് കാശ് വാങ്ങരുത്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫെയർ ആയില്ല, ഉതവത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ടിനി ടോമിനെ പോലുള്ള സ്വന്തം സൗണ്ടിൽ എല്ലാവരും അനുകരിക്കുന്ന കലാകാരന് എല്ലാവിധ ആശംസകളും നേരുന്നു. എത്രയും പെട്ടെന്ന് എന്നെ അറസ്റ്റിലാക്കി ജയിലിലാക്കി തൂക്കി തീർക്കട്ടെ. അത് സംഭവിക്കില്ല എങ്കിലും കുറച്ചൊന്ന് വെള്ളം കുടിക്കട്ടെ. എൻ്റെ ഒരു സമാധാനം. അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ. ജസ്റ്റിസ് ഫോർ അൻസിബ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.